ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. കുട്ടികൾ കട്ടിൽ നിന്നൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെഡ് റെയിൽസ് ആണ്. ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുള്ളത്. 2050 ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. 2 കൂടിയിട്ടുള്ള റേറ്റാണ്. നമ്മളൊന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ 1600 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് 2 കൂടി ആ റേറ്റിന് കിട്ടിയപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാകുന്ന കരുതിയിട്ടാണ് മേടിച്ചത്. ഈ റേറ്റിന് ചിലപ്പോൾ നന്നാവില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. ഇതിൽ 2 സൈഡിൽ കൊടുക്കുന്ന ഒരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുക്കാൻ പാകത്തിന് താഴ്ത്താനും പൊക്കാനൊക്കെ പറ്റുന്ന ഒരു 2 വരുന്നുണ്ട്. പിന്നെ ഒരു 6 കമ്പിയാണ് വരുന്നത്. 4 വലുതും 2 ചെറുതും. ഈ ചെറുതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ ചെറുതിൻ്റെ അപ്പുറം വലിയ ഓരോ റോഡ് കൊടുക്കുക. എന്നിട്ട് അതിലൊരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് ഇട്ടിട്ടാണ് അത് ലോക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പ്രസ്സിങ് ബട്ടൺ പോലെയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യുക. എല്ലാം ഇതിൽ അങ്ങനെ തന്നെ ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ചിലതൊന്ന് ടൈറ്റ് ഉണ്ട്, പക്ഷേ ഓക്കെ ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ആ റേറ്റിന് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ 2 സൈഡിലേക്കുള്ള റോഡ്സ് നമുക്ക് സെറ്റ് ചെയ്യണം. 3 റോഡുകളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീളമുള്ള ഒരു കമ്പിയായിട്ട് കിട്ടും. അപ്പോൾ അത് 2 സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ക്ലോത്ത് വരുന്നുണ്ട്. ഈ ക്ലോത്ത് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇട്ട് കൊടുക്കുക. അതായത് 2 സൈഡ്, നീളമുള്ള സൈഡ് 2 സൈഡിലേക്ക് ആദ്യം ഇട്ട് വെക്കുക. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന ഈ 2 കമ്പികൾ അതിലേക്ക് ഇടുക. നല്ല പാക്കിംഗ് ആയിരുന്നു. എല്ലാം കവർ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. യൂസർ മാനുവൽ അതിൽ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലായിട്ടില്ലെന്നെങ്കിൽ ഒന്നര ചെക്ക് ചെയ്യും കൂടി ചെയ്താൽ മതി. എനിക്ക് അതിനേക്കാളും ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്തത്. കാണുമ്പോൾ നല്ല ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ നല്ല ഭാഷം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ല, നമ്മൾ എഴുതുന്ന ഭാഷം പുറത്തേക്കാവുന്ന രീതിയിലാണല്ലോ ചെയ്യുക. ഇതിൻ്റെ ഒരു സൈഡിൽ സിബ് വരുന്നുണ്ട്. സിബ് ഓപ്പൺ ആക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം 2 സൈഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ 2 സൈഡ് കവറായി. പിന്നെ ഈ സൈഡ് ഭാഗങ്ങളാണ് പിന്നെ വരുന്നത്. ആ സൈഡിലേക്കുള്ളതാണ് ചെറിയ കമ്പികൾ വരുന്നത്, ആ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ആദ്യം സിബ് വരാത്ത ഭാഗത്ത് വേണം ഈ ലോക്കിംഗ് സിസ്റ്റം ഉള്ളത് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത്, എല്ലാത്തിനും ഞാൻ പറഞ്ഞ പോലത്തെ ആ ലോക്കുകളാണ്. ക്ലിപ്പ് പോലെ അഴിക്കുമ്പോഴായാലും അതൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം. ആ ഒരു ബോൾ പോലത്തെ ഒരു സാധനം പ്രസ് ചെയ്തിട്ട് വേണം അഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ 4 സൈഡും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ 4 സൈഡും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്ലാമ്പ് ഇട്ടത്. ഞാൻ 1 സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് 2ാമത്തെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില ഭാഗങ്ങൾ ടൈറ്റ് വരുന്നുണ്ടായിരുന്നു. അതായത് കുറച്ചൊരു ടൈറ്റ്, വല്ലാതെ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ കയറുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഇത് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ക്ലാമ്പ് കയറാൻ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. ഇതിന് ക്ലാമ്പ് ഇടുന്നത് ഇങ്ങനെ ഇതിൽ കൊടുത്തിട്ട് തന്നെ ഉണ്ട്. ഒരു 2 ആണികൾ ഒരേപോലെ വരുന്നതുണ്ട്. അതായത് ഒന്നിൻ്റെ ഉള്ളിലേക്ക് നെട്ടും ബോൾട്ടും പോലെ വരുന്ന 2 സ്ക്രൂ ഉണ്ട്. അതാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ കട്ടിലേക്ക് ഡ്രിൽ ചെയ്യേണ്ടത് നമ്മൾ നോർമൽ നെയിൽസ് തന്നെയാണ് വരുന്നത്. സ്ക്രൂ പോലെയാണ് വരുന്നത്. പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്ലാമ്പ് ഇതിൻ്റെ ഉള്ളിലൊരു ഹോൾഡ്, ആ ഹോളിൽ കൂടെയാണ് കൊടുക്കേണ്ടത്. എൻ്റെത് ഞാൻ ആദ്യം 2ാമത്തെ ഹോളിലേക്കാണ് കണക്ട് ചെയ്തത്. പിന്നെ ഞാൻ കട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ താഴത്തെ ഹോളിലേക്കാണ് പെർഫെക്റ്റ് ആയിട്ട് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ മുകളിലേക്ക് ആക്കുകയാണ് ചെയ്തത്. പിന്നെ താഴത്തെ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ടൈപ്പ് നെയിൽസാണ്, സ്ക്രൂ ആണ് ഇതിലേക്ക് ഈ സൈഡ് ഇടേണ്ടത്. നമ്മൾ കട്ടിലേക്ക് യൂസ് ചെയ്യുന്നതല്ല. ഈ റെയിൽസ് ആ ക്ലാമ്പിലേക്ക് സ്ക്രൂ ചെയ്യേണ്ടത് ഇങ്ങനത്തെ സ്ക്രൂവിലാണ് ചെയ്യേണ്ടത്. മുറുക്കിയതിന് ശേഷം പിന്നെ ക്ലാമ്പിട്ട് മുറുക്കിയിട്ട് പിന്നെയാണ് ഞാൻ സിബ് ഇട്ടത് ഞാൻ അഴിച്ചിട്ടാണ് പിന്നെ ചെയ്തത്. ഈ ക്ലോത്തിന് ഡാമേജ് വരണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ 2 സൈഡും ഇടുകയാണ് ചെയ്തത്. ഒരു സൈഡ് പെട്ടെന്ന് കയറി, ഒരു സൈഡാണ് കുറച്ച് ടഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സിബ് അഴിച്ച് വിട്ടത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അത് കയറിപ്പോയിക്കോളും. അങ്ങനെ 2 സൈഡും വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ റൂമിൽ കൊണ്ടുവച്ചു. എൻ്റെ സൈഡിൽ കട്ടിലിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ കട്ടിലിൻ്റെ തന്നെ ഒരു മരത്തിൻ്റെ ആ പോർഷൻ വരുന്നത് കാരണം താഴ്ഭാഗത്തേക്ക് എനിക്ക് ഡ്രിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ സൈഡ് ഭാഗത്തേക്ക് ഡ്രിൽ ചെയ്യണം. അത് തട്ടുമ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ചെറിയ കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല. മുട്ട് കുത്താനൊക്കെ തുടങ്ങുന്ന സമയത്ത് ആവശ്യം വരും. പിന്നെ ഇത് 2 കൂടി പോകാതെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടി തരുന്നുണ്ട്. നെയിൽസൊക്കെ അതിലാണ് ഇട്ടിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോർഷനാണ് എനിക്ക് ഡ്രിൽ ചെയ്യേണ്ടി വന്നത്, മറ്റേ സൈഡ് വേണ്ടി വന്നില്ല. പിന്നെ ഇതിലിങ്ങനെ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റിമോട്ട്, ഹെഡ്സെറ്റ്, പിന്നെ അതുപോലെ കുട്ടിയുടെ ടോയ്സ് അതൊക്കെ നമുക്ക് ഇതിലിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കവറേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുട്ടി വീഴുന്ന പേടിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ടോയ്സൊക്കെ ഇട്ട് വെച്ചു. പെട്ടെന്ന് എടുക്കാനുള്ള ടോയ്സൊക്കെ, കളിക്കായിട്ട് കൊടുക്കാനുള്ളതൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താഴത്താണെങ്കിൽ ഈ ക്ലിപ്പിൽ പിടിച്ചതൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ബോൾ താഴും. അങ്ങനെ അത് താഴ്ന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടീനെ എടുക്കാനായാലും ആവശ്യമുള്ള സമയത്താണെങ്കിൽ ഇതൊക്കെ താഴ്ത്തി വെച്ചാലും ബുദ്ധിമുട്ടും വൃത്തിയോടൊന്നുമില്ല, ഇതുപോലെ നിൽക്കും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷോപ്സ് ആപ്പ് വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റോട് ചെയ്യാൻ മറക്കല്ലേ.